ഫോൺ ചോർത്തൽ വിഷയത്തിൽ പി.വി. അൻവറിനെതിരെ കോട്ടയം കറുകച്ചാൽ പോലീസ് കേസെടുത്തു. പൊതുസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചുവെന്നാണ് പരാതി. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പി.വി. അൻവർ എം.എൽ.എക്കെതിരെ കോട്ടയം നെടുങ്കുന്നം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് നടപടി. കറുകച്ചാൽ പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. ടെലികമ്മ്യൂണിക്കേഷൻ നിയമം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ കോളുകൾ ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കയറി ചോർത്തുകയോ ചോർത്തിക്കുകയോ ചെയ്തുവെന്നും അവ മാധ്യമങ്ങൾക്ക് പങ്കുവെക്കുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പരാതിയായി പറയുന്നു. പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കുന്നതിനു വേണ്ടിയും മനഃപൂർവ്വം പ്രകോപനപരമായി കലാപമുണ്ടാക്കുന്നതിനു വേണ്ടിയും മാധ്യമങ്ങളിലൂടെ പ്രതി പ്രചാരണം നടത്തുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പൊതുപ്രവർത്തകന് യോജിച്ച നടപടിയല്ല അൻവർ നടത്തിയതെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളടക്കം ചോർന്നിരിക്കാമെന്നും പരാതിക്കാരൻ പ്രതികരിച്ചു. ഫോൺ ചോർത്തിന്ന് കുറ്റസംഭവം നടത്തി ഇങ്ങനെ വേറെ ആരുടെയെല്ലാം ഫോൺ ചോർത്തിയിട്ടുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിയിട്ടില്ലെന്നുള്ള കാര്യം ആർക്കറിയാം? പൊതുജനങ്ങൾക്ക് ഇത് ഇങ്ങനെ നൽകുന്ന സന്ദേശം എന്താണ്? ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലേ അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൂ. സെപ്റ്റംബർ 1 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് സംഭാഷണങ്ങൾ പി.വി. അൻവർ പുറത്തുവിട്ടത്. പിന്നീട് മുഖ്യമന്ത്രിക്ക് നേരെ ആരോപണങ്ങൾ തിരിയുകയും CPM-ഉം സർക്കാരും പ്രതിരോധത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേസെടുത്തുകൊണ്ട് അൻവറിനെതിരെയുള്ള നീക്കം സർക്കാർ നടത്തിയത്. അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ പരാതിയും അന്വേഷിക്കും. ജനം, കോട്ടയം.